ലൈഫ് വിത്ത് നന്ദു. സോ ഇന്ന് നമുക്ക് ഒരു റാൻഡം ഹോളാണ്, സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. ലൈക്ക് കുറച്ച് പാക്കേജസ് ഉണ്ട്, നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇറ്റ്സ് ഫ്രം ആമസോൺ ആൻഡ് നൈക്ക. കുറച്ച് റാൻഡം സംഭവങ്ങളാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഡു, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ലാഗ് ആക്കണ്ട. അപ്പോൾ ഞാൻ ഓൾറെഡി പാക്കേജ് പൊട്ടിച്ചു. ബിക്കോസ് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എല്ലാ സാധനങ്ങളും വന്നോന്ന് നമുക്ക് നോക്കണം. ഇത് വന്നിട്ട് ലൈക്ക് ലാസ്റ്റ് വീക്ക് ആയി. അപ്പോൾ ഞാൻ ഇത്രയും നാളും ഒന്നും യൂസ് ചെയ്യാത്തത്, ലൈക്ക് ഒരു പ്രോഡക്റ്റ് എന്തോ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തു, അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ഒരു ഫോക്സ് ടെയിലിൻ്റെ ലിപ് ബാമാണ്. ഇതാണ് ഞാൻ എടുത്തതെന്ന് പറഞ്ഞത്. ദിസ് ഇസ് ദ പാക്കേജ്. ഇതൊരു 12 ഗ്രാമിൻ്റെ പ്രോഡക്റ്റാണ്. ദിസ് ഇസ് ഫോർ 275. ഞാൻ ഇതിന് മുന്നേ സമ്മർ ഫ്രൈഡേയ്സിൻ്റെ ലിപ് ബാം ആയിരുന്നു യൂസ് ചെയ്തത്. ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ്. പക്ഷേ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഐ ഗോട്ട് ദിസ് വൺ. ഇറ്റ്സ് ഗുഡ്. നല്ല ടേസ്റ്റുള്ള ലിപ് ബാമാണ്. എന്ന് വെച്ച് ആരും എടുത്ത് തിന്നരുത്, എനിക്കത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് ദ പാക്കേജ്. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ആയിരുന്നു. അതിൽ ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കാണിത്. മെബ്ലൈൻ്റെ ന്യൂൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതും ഈ ഷെയ്ഡാണ്. ഇറ്റ്സ് ലൈക്ക് ന്യൂഡ് ഷെയ്ഡാണ്. പറയുന്ന പോലെ തന്നെ ന്യൂഡാണ്. പക്ഷേ ഇന്ത്യൻ സ്കിൻ ടോൺ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ഗോ ഫോർ എ ഡാർക്കർ ലിപ് ലൈനർ ആൻഡ് ദെൻ യൂസ് ദിസ് ലിപ്സ്റ്റിക്. അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടക്കും. ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാമെന്നാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ആപ്റ്റ് ഫോർ ഇന്ത്യൻ സ്കിൻ ടോൺ. അതാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസാണ് ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഐ ഹാവ് 3 things ഈ ഒരു കവറിനകത്ത്. ഫസ്റ്റ് ദിസ് നെയിൽ പെയിൻറ്റ്. ലൈക്ക് ഞാനിത് കുറേ ആയി നോക്കുന്നു. ലൈക്ക് ഒരു ചെറിയ റെഡ് ടൈപ്പ് ഓഫ് നെയിൽ പെയിൻറ്റ്. ആൻഡ് ദിസ് വൺ ഇസ് വൈൻ ആൻഡ് ചിൽ 456. ഇതാണ് അതിൻ്റെ നമ്പർ. ഐ ഹോപ്പ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ദാറ്റ് കളർ. ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ആ സെയിം കളർ തന്നെയാണ്. സോ ഐ ഡോണ്ട് നോ, വി വിൽ സീ. പിന്നെ ഒരു ടോപ്പ് കോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട്. നെസ്ലേറിൻ്റെതാണ്. കഴിഞ്ഞ ടോപ്പ് കോട്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്താൽ കുറച്ച് നാൾ കിടക്കണം. ബിക്കോസ് അല്ലെങ്കിൽ അധികം നാൾ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞ ഒരു ബെല്ല വീറ്റയുടെ പെർഫ്യൂമാണ്. ഇറ്റ്സ് എ മെനി പെർഫ്യൂം. വലിയ സൈസ് ഞാൻ മേടിച്ചില്ല. എൻ്റെ കയ്യിൽ കുറേ പെർഫ്യൂംസ് ഉണ്ട്. ഒരു പെർഫ്യൂമിൻ്റെ കളക്ഷൻ തന്നെ നമുക്ക് തുടങ്ങാനുള്ളതുണ്ട്. അപ്പം ഇത് ഞാൻ മേടിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് സ്മെൽസ് റിയലി നൈസ്. അതല്ലാണ്ട് ഇറ്റ്സ് എ മിനി പെർഫ്യൂം. അപ്പോൾ എനിക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ഗോട്ട് ദിസ് വൺ. നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇഫ് യു ലൈക്ക് എ മൈൽഡ്, കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ആൻഡ് ഇറ്റ്സ് ഫോർ എത്രയാണ് ഞാൻ മേടിച്ചത്? ഇതിൽ 399 കാണിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഐ ഗോട്ട് ഇറ്റ് ഫോർ 399. ഞാൻ സംഭവം ഇതെല്ലാം പിങ്ക് ഫ്രൈഡേ സെയിലായിരുന്ന സമയത്ത് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ സെയിൽ വരുന്ന സമയത്ത് ഇതൊക്കെ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിലെല്ലാം കിട്ടും. അപ്പോൾ ഒരു പെട്ടിക്കാരിയായി നമുക്ക് അടുത്ത പെട്ടിയിലോട്ട് പോകാം. നൈക്കിയിൽ നിന്ന് ഒരു പെട്ടിയും കൂടി ഉണ്ട്, ഒരു ബോക്സും കൂടെ ഉണ്ട്. അതിനകത്ത് ഇത്രയേ ഉള്ളൂ, ഒരു സംഭവമുള്ളൂ. ഓക്കെ, ലാക്ടോ കലാമിൻ്റെ ഓയിൽ കൺട്രോൾ വൈപ്സാണ്. ഇറ്റ്സ് ലൈക്ക് മേക്കപ്പ് വൈപ്സ് സംഭവം. ഇതിൽ 30 വൈപ്സാണ് ഉള്ളത്. ഓക്കെ, ദിസ് ഇസ് ഫോർ 100 സംതിങ്. 100 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നൈക്കയിലെ സംഭവങ്ങൾ ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ആമസോണിലോട്ട് കടക്കാം. ഇത്
കവർ കാര്യമാണ്. ഇതെന്ന് പറയുന്നത് ഞാൻ ഈ പ്രാവശ്യം ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ബ്രഷും പേസ്റ്റും എവിടെയാണ് വിൽക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു എനിക്ക്. ബിക്കോസ് നമുക്ക് വെറുതെ അങ്ങനെ പെട്ടിയിലോട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് എനിക്കിന്നെ കവറിലൊക്കെ ഞാൻ ലാസ്റ്റ് കവറിലൊക്കെ പൊതിഞ്ഞ് കെട്ടിയിട്ടൊക്കെ കൊണ്ടുപോയത്. അപ്പം ദിസ് ഈസ് ലൈക്ക് ഒരു എന്താ പറയുക ടൂത്ത് ബ്രഷ് ഹോൾഡർ കൈൻഡ് ഓഫ് തിങ്. ഇത് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ആ വാഷ് ബേസിൻ്റെ അവിടെ അങ്ങനെ വെക്കാം. ഇല്ല ഇപ്പോൾ ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം, ഈസിയാണ്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഗെറ്റിംഗ് ദിസ് വൺ. നല്ല സംഭവം, കുഴപ്പമൊന്നുമില്ല, പ്ലാസ്റ്റിക്കാണ്. പക്ഷേ അതിന് അത്ര റേറ്റേ ഉള്ളൂ എൻ്റെ അറിവിൽ. ലൈക്ക് ഇറ്റ്സ് നോട്ട് അബവ് 200 or 300 സംതിങ്. അപ്പം അതിനുള്ളതേ ഉള്ളൂ. പിന്നെ അടുത്തത് ദിസ് ഈസ് ഇത് ഫാക്ടർ നോട്ട്സിൻ്റെ ഒരു നോട്ട്ബുക്കാണ്. പക്ഷേ ഞാൻ ജേർണലായിട്ട് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഐ റിയലി ലൈക്ക് ദിസ് നോട്ട്ബുക്ക്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. ഇറ്റ് സേസ് ലിയോ ഹിയർ. ഐ എം ബേസിക്കലി എ ലിയോ. ഞാൻ August 15th ജനിച്ചത്. അതെ, ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞാൻ ഫ്രീഡം തരാൻ വേണ്ടി വന്നത് സംഭവമാണ്. ക്രിഞ്ചാണെന്ന് അറിയാം, പക്ഷെ എന്നാലും എന്താ പറയുക, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇറ്റ്സ് ലൈക്ക് റൂൾ ബുക്ക്. നൈസാണ്. എനിക്കിതിൻ്റെ പാറ്റേൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലൈക്ക് സംതിങ് എല്ലായിടത്തും കാണുന്ന പോലത്തെ ഒരു പാറ്റേൺ അല്ല. ഓക്കെ, അപ്പം ദിസ് ഈസ് എ നോട്ട് ബുക്ക്. അടുത്തത് 2 ഐറ്റംസാണുള്ളത്. രണ്ട് ഐറ്റംസാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ദിസ് ഫേഷ്യൽ ഐസ് റോളർ. എല്ലാവരുടെ കയ്യിലും ഇത് കാണും. ഇപ്പോൾ എൻ്റെ കയ്യിൽ പഴയതുണ്ടായിരുന്നത് അത് കുറേ വർഷമായി. അപ്പോൾ അതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ സമയമായതുകൊണ്ട് ഞാൻ വേറെ മേടിച്ചു. ഇതാണ് സംഭവം. ഇത് അറിയത്തില്ലെങ്കിൽ എന്താ സംഭവം എന്ന്, ഇതിനകത്ത് വെള്ളം ഒഴിക്കുക, ഇത് അടയ്ക്കുക, ഫ്രീസറിൽ വെക്കുക, അടുത്ത ദിവസം മോർണിംഗ് എടുക്കുക, ഒരു എന്താ പറയുക ഒരു 2 to 3 minutes സാധാ വെള്ളത്തിൽ കാണിക്കുക, എന്നിട്ട് തുറക്കുക. അപ്പം ഇവിടെ ലൈക്ക് ഒരു ഐസ് ക്യൂബ് പോലത്തെ ഒരു സംഭവം കാണും, അത് ഫേസിൽ റബ് ചെയ്യാം. പൊതുവേ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പഫി ഫേസ് കാണത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐസ് ചെയ്താൽ അത് കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല. പക്ഷേ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാൻ വേറെ മേടിച്ചു. അപ്പോൾ ദാറ്റ്സ് ദ നെക്സ്റ്റ് പർച്ചേസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചൊരു ഫോൺ കവറാണ്. പാക്കേജ് വന്നിട്ട് ഇതാണ്. പക്ഷേ ഫോണെന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഐ ഹാവ് എ വർക്ക് ഫോൺ. ഇതെൻ്റെ തന്നെ ഫോണാണ്, വർക്ക് കമ്പനിക്കാർ തന്നതല്ല, ഇതെൻ്റെ പഴയ ഫോണാണ്. അപ്പോൾ ആ പഴയ ഫോണിലാണ് ഞാൻ വർക്ക് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഐ ബോട്ട് ദിസ് കവർ ഫോർ ദാറ്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കവറും കൂടെ മേടിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പ്രോഡക്ട്സ് എന്ന് പറയാൻ. കുറച്ച് കുട്ടി പാക്കേജും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര റാൻഡം സംഭവങ്ങളാണ്, സ്പെസിഫിക് ആയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു പാക്കേജ് സംഭവങ്ങൾ. ഇനി നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം, സെൽഫ് ലവ് കാർഡ്സിലോട്ട് കിടക്കാണ്. ഓക്കെ, ദിസ് ഈസ് ദ കാർഡ്. You deserve to rest until you feel restored. ഇത് വളരെയധികം എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള സംഭവമാണ്. റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക. You don't have to feel bad about taking a day off or like resting or watching something. It means റെസ്റ്റ് എടുക്കാൻ തോന്നിയാൽ റെസ്റ്റ് എടുക്കുക. ഇഫ് യു just give the rest to your body. I hope you guys like this video. If you do, like, share, subscribe. അപ്പോൾ
ഇഫ് യു മെയ്ഡ് ടിൽ ദി എൻഡ് കമൻറ്റ് ലവ് ഇമോജി, ലൈക്ക് നമുക്ക് എന്ത് ലവ് ഇമോജി ഇടാം, ഒരു യെല്ലോ ലവ് ഇമോജി ഇടാം. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും